ഹലോ അസ്സാം വലൈക്കും. എൻ്റെ ക്യാമറ ഭയങ്കര മോശമാണ് കേട്ടോ. ഒരു പാട്ട് ഫോണാണ് എൻ്റെ, അതൊന്നും കഴിയണ്ട. സോ നമുക്കൊന്ന് മീൻകറിയൊക്കെ അത് നമുക്ക് നല്ലൊരു മീൻകറി കൂട്ടിയിട്ട് ഇന്നൊരു റെസിപ്പി പറയാം. സോ ഇന്ന് രാവിലെ എന്താ കറി വയ്ക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് മീൻകാരൻ്റെ സൗണ്ട് കേട്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഓടിപ്പോയി മീൻകാരൻ്റെ അടുത്ത് പോയിട്ട് മീൻ മേടിച്ചു. അപ്പോൾ പിന്നെ നെത്തലാണ് ഉണ്ടായിരുന്നത്, പിന്നെ അയില ഉണ്ടായിരുന്നു. പിന്നെ അയില എനിക്ക് ഗ്യാസാണ്, എപ്പോഴും ഞാൻ മേടിക്കില്ല. അപ്പോൾ നെത്തല കണ്ടപ്പോൾ അത് മേടിച്ചു. സോ അതെടുത്ത് കുറച്ച് കഴുകി വൃത്തിയാക്കി, അപ്പോൾ ആദ്യം കുറച്ച് ഫ്രൈ ചെയ്തിട്ട് ഫ്രൈ ചെയ്യാനുള്ളത് മാറ്റി വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ജസ്റ്റ് നമ്മൾ എപ്പോഴും ഇടുന്ന പോലെ മല്ലിപ്പൊടി കുറച്ചിട്ടു, മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് കുരുമുളക് പൊടി ഇട്ടു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇതൊക്കെ തന്നെയാണ് എനിക്ക് പിന്നെ കൈ കണക്കാണ്, അല്ലാതെ ഇങ്ങനെ ഓരോ ടേബിൾ സ്പൂൺ അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയില്ല. ഞാനങ്ങനെ എടുത്തിട്ടുമില്ല. എനിക്കെപ്പോഴും ഇങ്ങനെ കൈ കണക്കാണ്. ഞാനിങ്ങനെ എടുത്ത് അങ്ങനെ ശീലിച്ചു. അപ്പോൾ നമുക്ക് ദിവസം വെക്കുമ്പോൾ നമുക്ക് കണക്കറിയുമല്ലോ. സോ എനിക്കങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ പൊരിക്കാനുള്ളതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ കറിക്കുള്ളത് ഒക്കെ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. സവാളയും ചെറിയുള്ളിയും പച്ചമുളകും തക്കാളിയും. പച്ചമുളക് കുറച്ച് കൂടുതലെടുത്തു, കാരണം മീൻ കറി ആകുമ്പോൾ ഞാൻ മുളകിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. തേങ്ങ ഇല്ലാണ്ടുള്ള നെത്തലിൻ്റെ കറിയാണ്. പിന്നെ പുളിവെള്ളത്തിൽ ഞാൻ 2-3 പച്ചമുളക് തിരുമ്പിയിട്ട് നമ്മളിങ്ങനെ മാറ്റി വയ്ക്കും. അപ്പോൾ അതിൽ നല്ല പുളിവെള്ളം, നല്ല മുളക് പിടിക്കും കുറച്ച് നേരം. പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. മീൻകറി പിന്നെ എല്ലാവർക്കും അറിയാം, ഓരോരുത്തരും ഓരോ സ്റ്റൈലിലും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സോ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഉലുവ ഇട്ടു, പെരിഞ്ജീരകം. ഉലുവ ഇട്ടതിന് ശേഷം പെരിഞ്ജീരകം ഇട്ടു. അത് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ഞാൻ ഉള്ളി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇട്ടു. അതിൽ കൂടി തന്നെ പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. നമ്മൾ ഇങ്ങനത്തെ കറികളൊക്കെ, ഇപ്പോൾ ഈ ചിക്കൻ കറി വയ്ക്കുമ്പോഴും എന്ത് കറി വയ്ക്കുമ്പോഴും നന്നായിട്ട് നമ്മൾ വഴറ്റുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയണത്. ഇപ്പോൾ ഉപ്പിട്ട് വഴറ്റുമ്പോൾ നന്നായി പെട്ടെന്ന് വഴന്ന് കിട്ടും, എന്നാലും നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിപ്പോൾ നമ്മൾ ഇതിൽ കാണുമ്പോൾ നമുക്ക് സ്പീഡ് പോലെ തോന്നും, പക്ഷേ നമ്മൾ കുറേ നേരം വഴറ്റുമ്പോഴാണ് കറക്റ്റ് ആ ഒരു പരുവം വരിക. സോ നന്നായിട്ടൊന്ന് വഴറ്റുക. നേരത്തെ ഞാൻ വെച്ച പുളിവെള്ളത്തിൽ നമ്മൾ മീനിട്ട് വയ്ക്കും, നെത്തല കഴുകിയത് വെച്ചിട്ട്. അത് എന്താണെന്ന് വെച്ചാൽ ആ മീനിൻ്റെ ഒരു മണം ഒക്കെ മാറും. പിന്നെ പുളിവെള്ളത്തിൽ കിടന്ന് ആ മീനിൽ പുളിയും പിടിക്കും. അപ്പോൾ കറിക്ക് വേറൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. സോ ഇത് കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ പുളി വെള്ളത്തിൽ നല്ലതാണ്, മീനിൻ്റെ ഒരു മണമൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം അത് നന്നായി വഴന്ന് വന്നു. അതിനുശേഷം ഞാൻ തക്കാളി ഇട്ടു. തക്കാളി ഇട്ടിട്ട് കുറച്ച് നേരം മൂടി വയ്ക്കും. തക്കാളി ഇട്ടത് നമ്മൾ നന്നായി ഇളക്കി മൂടി വെച്ചാൽ തന്നെ മതി. അപ്പോൾ കുറേ നന്നായിട്ട് വെന്ത് കിട്ടും. തക്കാളി നല്ല വേണം, വെന്ത് ഉടയണം. അപ്പോഴാണ് മീൻ കറിക്ക് കറക്റ്റ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. നമ്മൾ തക്കാളി ഇട്ടത് അറിയാൻ പാടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട്, അപ്പോൾ ഞാൻ മൂടി വെച്ചിട്ട് വേവിച്ചാണ്. എന്നിട്ട് ഞാൻ തുറന്നിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ തക്കാളിയും ചെറിയുള്ളിയും വലിയുള്ളിയും പച്ചമുളകും എല്ലാം കൂടി മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒപ്പം ഒരു പേസ്റ്റ് പോലെ കറിയിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ എല്ലാത്തിൻ്റെയും ഫ്ലേവർ അങ്ങോട്ട് വരും. പിന്നെ അതിൽ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ പൊടികളുടെ മണം നന്നായിട്ടൊന്ന് മാറിടണം. അതായത് പൊടികളുടെ ഒരു പച്ചമണം നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ കലക്കി വെച്ച ആ പുളിവെള്ളമില്ലേ, പുളിവെള്ളവും മീനും കൂടി അതും കൂടി ഒഴിച്ചാൽ മതി. അടിപ്പിടിക്കാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, അത് വേറൊരു കാര്യം. അടിപ്പിടിച്ചാൽ കരിഞ്ഞ മണം വന്നു വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. ഇപ്പോൾ നമ്മൾ നേരത്തെ പുളിവെള്ളത്തിലിട്ട് വെച്ച മീനിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ആ സമയത്ത് നമുക്ക് മുളകുണ്ടോയെന്നൊക്കെ നോക്കുക. ഉണ്ടെങ്കിൽ ആവശ്യമുള്ളതില്ല. എനിക്ക് ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ ഉപ്പ് കുറച്ചിട്ടു. പിന്നെ വെള്ളം കുറച്ച് ഒഴിച്ചു. നന്നായിട്ടൊന്ന് മൂടി വയ്ക്കാം. അത് തന്നെ നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ആ ഒരു പുളിൻ്റെയും എല്ലാത്തിനും മണമൊക്കെ അങ്ങോട്ട് പുറത്ത് പോകണ വരെ ആ മൂടി തുറക്കാനേ പാടില്ല. അതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന്
ഇപ്പുറത്തേക്ക് ചാടി മീൻ പൊരിക്കാൻ വെച്ചു. പാന് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഞാൻ പൊരിക്കുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഞാൻ പൊരിക്കാറ്. അപ്പോൾ ഞാൻ അതിൽ തന്നെ നമ്മൾ കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് മീൻ അതിൽ തന്നെ ഇടാം. ഈ മീൻ കറി വയ്ക്കുന്ന ദിവസം വിശപ്പ് എനിക്ക് നേരത്തെ കൂടുതൽ വിശപ്പ് നേരത്തെ വരും. എല്ലാവർക്കും എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെയാണ്, വിശക്കും നേരത്തെ. നെത്തിൽ കുറച്ച് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ കുറച്ച് പാടാണെങ്കിലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഈ ക്ലീൻ ചെയ്യുന്ന പാടൊന്നും കഴിക്കുന്ന സമയത്ത് കാണില്ല, കാരണം അത്ര പെട്ടെന്ന് തീർന്നു പോകും സാധനം. അപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് ആ പുളിൻ്റെ മണം എല്ലാം മാറിയിട്ട് നല്ല സൂപ്പർ അടിപൊളി കറി. ഫിഷ് ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല, ഞാൻ വെച്ചത് കൊണ്ട് പറയില്ല, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സോ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.